ഈ നാട്ടിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. പൂക്കോട്ട് വെറ്റിനറിയിൽ ഒരു പയ്യനെ ഭയങ്കര ആവിഷ്കാര സ്വാതന്ത്ര്യം CAയും NRC ഒക്കെ പറയുമ്പോൾ പൂക്കോട്ട് വെറ്റിനറിയിൽ കോളേജിൽ ഒരു കുട്ടീനെ സിദ്ധാർത്ഥൻ ആ വിഷയത്തിൽ ജയൻ സാറിന് എന്താണ് പറയാനുള്ളത്? യെസ് ഓക്കെ ഇല്ല സംസാരിച്ചോ. ഓക്കെയാണ്. സിദ്ധാർത്ഥന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIയും അതിന്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട നേതാക്കന്മാരാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും ഇത്തൊരു സംഭവം കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാട് സർക്കാർ സ്വീകരിച്ചു. 18ഓളം പ്രതികളുണ്ട്. ആ 18 പ്രതികൾ അറസ്റ്റ് ചെയ്തു. അവരുടെ പേരിൽ ക്രിമിനൽ നടപടിയല്ല. ഞാൻ പറഞ്ഞേട്ടെ മാഷെ, അല്ല സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുക, സിദ്ധാർത്ഥന്റെ അച്ഛൻ ആ വികാരം ഉണ്ടാവും, അത് പറയണം. അത് പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ മുഖ്യമന്ത്രിയെ പോയി കണ്ടു. CBIക്ക് വിടണമെന്ന് അരമണിക്കൂർ കൊണ്ട് CBIക്ക് വിട്ടു. അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും കൃത്യവിലോപം വന്നിട്ടുണ്ടാവും ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി. ഞാൻ പറയുന്നത് സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു നിലപാടേ ഉള്ളൂ. പ്രതികൾ കുറ്റവിചാരണ ചെയ്യപ്പെടണം, ശിക്ഷിക്കണം. ഒരു സംശയം അതിൽ വേണ്ട. ഏതൊക്കെ വിദ്യാർത്ഥികളാണോ സിദ്ധാർത്ഥനെ കൊല ചെയ്യാൻ കൂട്ടുന്നത്, എല്ലാ നേതാക്കന്മാരെയും എല്ലാ പ്രവർത്തകരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അതിലൊരു സംശയമില്ല. ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. കേരളത്തിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് ഇവരുടെ ഒരു രീതിയാണ്. അരിയിൽ ഷുക്കൂറിനെ ഇവർ നടത്തിയത് വിചാരണ നടത്തി കൊലപ്പെടുത്തി. കുണ്ടൂർ ഉസ്താദിന്റെ മകനെ ഈ മണ്ഡലത്തിൽ നിങ്ങൾ പറയുന്ന പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ കുണ്ടൂർ ഉസ്താദിന്റെ മകനെ കൊന്നതാരാ? നിങ്ങൾ മറുപടി പറ.